സോ KSEBയുടെ സബ് എഞ്ചിനീയറും ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഏതൊരാളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ KSEBയുടെ സബ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും പവർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറേഷന്, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊട്ടക്ഷൻ, അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ അതേ കാര്യത്തിൽ തന്നെ ജോലി ചെയ്യാൻ ലഭിക്കുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണ് KSEBയിലെ ജോലി. അതായത് ഒരു കോർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച സാധ്യത എന്ന് പറയുന്നത് അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സബ് എഞ്ചിനീയറും അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറുമാണ്. ഇനി ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, KSEB സബ് എഞ്ചിനീയർ ഇപ്പോൾ ഓൾറെഡി ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിന് മുന്നേ ഒരു റാങ്ക് ലിസ്റ്റും എക്സാമും നടന്നത് 2014 എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷം മുന്നെയാണ് ഇതിന് മുന്നേ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ്, ഇനി അടുത്ത എക്സാം എപ്പോഴായിരിക്കും വരിക? ഇനിയൊരു 10 വർഷം കഴിഞ്ഞ് 2034 എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, KSEB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നുള്ളതിനെക്കുറിച്ച് വിത്ത് പ്രൂഫ് എവിഡൻസോട് കൂടിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. KSEB സബ് എഞ്ചിനീയർ എക്സാം എന്തുകൊണ്ട് നേരത്തെ വരാൻ പോകുന്നു, ഏത് സമയത്ത് വരാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആയിരിക്കും, ഒരു ക്ലിയർ പിക്ചർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡേറ്റ് പറയുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയുകയാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്, ഒരു 4 വർഷത്തിലധികമായിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ എക്സാം വരാൻ പോകുന്നുണ്ട്, ആ എക്സാം വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ ഈ മാസം വരും, അടുത്ത മാസം വരും, അതിൻ്റെ അടുത്ത മാസം വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നെങ്ങാനും വരുമോ സാറേ എന്ന് ചോദിച്ചുകൊണ്ട്. യെസ്, ഞാൻ ആ വീഡിയോസിലൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്നുള്ളത് അല്ലേ. ഇപ്പോൾ RRB Jയുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 31 വരാൻ പോവുകയാണ് അല്ലേ. ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതേപോലെ ഞാൻ IO എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അങ്ങനെ കുറേ വീഡിയോസുകൾ ഞാൻ ചെയ്ത സമയത്തൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരും, ഇതിപ്പോഴൊന്നും വരില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ട് കാത്തുനിന്നാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് എക്സാമിനേഷൻ നമ്മൾ കൃത്യമായിട്ട് വരാനുള്ള സാധ്യത വിലയിരുത്തിയിട്ട് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും വളരെ റാൻഡമായിട്ട് പറയുന്നൊരു കാര്യമല്ല നിങ്ങളെടുത്ത് എപ്പോഴും പറയാം. കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ തന്നെയായിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലോജിക്കലാണെങ്കിൽ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ മാറി നിൽക്കാം എന്നുള്ളത് തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുള്ള സാധ്യത വരാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. ഈ എക്സാം ഉടനെ വരാൻ പോവാണ് എക്സാം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഇതിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതായത് നിലവിൽ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലുള്ളത്. എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ 17/6/2025 വന്നു കഴിഞ്ഞു. നോക്കണേ, 2026 മാർച്ച് വരെ സമയമുണ്ട്. 9 മാസം മുന്നേ, അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിൻ്റെ 9 മാസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബിഗ് അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളെല്ലാം ഈ ഒരു ഡേറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ PSCയുടെ കൃത്യമായിട്ടുള്ള ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണ്, ഇത് സിവിലുള്ള PWD A ആണ്. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ PWD A എക്സാം 6/5/2027 ക്യാൻസലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെത് വളരെ നേരത്തെ വന്നു. അതായത് 1.5 വർഷം മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ 31/7/2025 എന്ത് ചെയ്തു? നോട്ടിഫിക്കേഷൻ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നേരത്തെയാണ് എക്സാം വന്നിരിക്കുന്നത് അല്ലേ. ഇനി മറ്റൊരു എക്സാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5/5/2026 ക്യാൻസൽ ആവുന്നത്. വന്നിരിക്കുന്നതോ 15/9/2025 ഈ ഒരു കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എത്രയോ നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ, ഒരു വർഷത്തിന് മുന്നേ എന്ത് ചെയ്യാണ്, ഇതിലും നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 16ഓളം മാസം നേരത്തെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയും PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇതായിരുന്നു ട്രെൻഡ് മാറിയ സമയത്ത് തുടങ്ങിയ ഒരു എക്സാം. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8/12/2024 റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയത്. അതേ സമയത്ത് എക്സാം വന്നത് 1/4/2000, എക്സാം അല്ല, പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് 1/4/2024. ഇനി അഗെയിൻ LSGD AE സിവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21/4/2025 ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, അതായത് 3 വർഷം പൂർത്തീകരിക്കുന്നത്. 31/12/2024 എന്ത് ചെയ്തു, പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള PSC എന്ന് പറയുന്നത്, ഇവരുടെ മാറിയ ട്രെൻഡ് എന്ന് പറയുന്നത്, ഏതൊരു നോട്ടിഫിക്കേഷനും ശേഷം റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിൻ്റെ മുന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ചില കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 വർഷം മുന്നേ, ഇതൊരു സ്പെഷ്യൽ കേസാണ്, 1.5 വർഷം മുന്നേ വരാനുള്ള കാരണം റാങ്ക് ലിസ്റ്റിലെ എല്ലാ ആളുകളും ജോലി കയറാൻ പോകുന്ന സിറ്റുവേഷൻ ആണ് വരുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒരുപക്ഷെ KSEBയുടെ AE റാങ്ക് ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ KSEB സബ് എഞ്ചിനീയറെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ KSEBയുടെ സബ് എഞ്ചിനീയറും ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത്, ഈ വീഡിയോയുടെ താഴെ പറയാൻ പോകുന്നത്, ഇതൊക്കെ PSC, അതായത് ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്, അതായത് ബോർഡല്ല, KSEB ഒരു ബോർഡല്ലേ, അവരിങ്ങനെയൊന്നും നടത്തില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എന്താണ്, ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു ബോർഡാണെങ്കിലും നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനർത്ഥം. KSEB സബ് എഞ്ചിനീയറിലും ഇതേപോലൊരു പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലെന്തുകൊണ്ടാണ് നമ്മൾ പറയുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയറിൻ്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ വരാൻ പോകുന്നത് 29/11/2026 അതായത് നവംബർ 2026 റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. അപ്പോൾ ഇതൊരു വലിയ എക്സാം ആണ്. അതായത് KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, മിനിമം ഒരു 25,000 ആൾക്കാരെങ്കിലും ഈ എക്സാം എന്ത് ചെയ്യുന്നുണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അത്രയും വലിയൊരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കേരള PSC ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തേ മതിയാവുള്ളൂ. കാര്യം അവസാന സമയത്തേക്ക്, അതായത് 2026 ജൂണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എക്സാം പ്രോസസ്സ് ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. സോ അത്തരത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇത് നേരത്തെ കണ്ടക്ട് ചെയ്യാനാണ് സാധ്യതയുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് നോക്കണേ, 681 പോയിട്ടുണ്ട്. നവംബർ വരെ പോകുമ്പോൾ എന്തായാലും 700-ന് മുകളിൽ അഡ്വൈസ് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിൻ്റെ അറ്റ് ദ മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഒരു 8 മാസങ്ങൾക്ക് മുന്നേ എങ്കിലും ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജാനുവരി മുതൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഏത് സമയത്തും ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിനുള്ളിൽ എന്തായാലും ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞു പോയ എക്സാംസുകളുടെ ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമല്ലേ? ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വൈകണം? എന്തുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയത്തിന് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങണം? ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിന് മറ്റൊരു കാര്യം കൂടി നിങ്ങളെടുത്ത് പറയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ KSEBയിൽ ഇത്തവണ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഇതിന് മുന്നേ നടന്നിട്ടുള്ള KSEB എക്സാമിന് മുന്നേ നടന്നിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ്. ഞാനിത് ഡേറ്റ് വെച്ച് തന്നെ പറയാണ്. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം നടക്കുന്ന സമയത്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തയ്യാറെടുത്ത് തുടങ്ങിയത്. അന്ന് പ്രിപ്പറേഷൻ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിച്ച ആളുകൾ, ഒരുപക്ഷെ അന്ന് അവർക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവർക്കത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ കഴിയാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ആ ഒരു സമയത്ത് എൻട്രിയിൽ 4ാം റാങ്കും 5ാം റാങ്കും ഒക്കെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ് അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ എക്സാമിന് വേണ്ടി പഠിച്ചു, പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും കഴിഞ്ഞില്ല. കാരണം ചെറിയൊരു റാങ്ക് ലിസ്റ്റാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം അതേ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച സമയത്ത് KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാമിൽ വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചു. ഇതേ ട്രെൻഡ് തന്നെയാണ്, ചരിത്രം നമ്മൾ ആവർത്തിക്കാന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പുതിയ നോട്ടിഫിക്കേഷനും പുതിയ എക്സാമും ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതല്ല, ഇത് അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് KSEB സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പഠിക്കുക. KSEB സബ് എഞ്ചിനീയർ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അതിന്
അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ തന്നെയായിരിക്കും ഈ ഒരു തീരുമാനം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ടെക്നിക്കൽ എക്സാംസുകളുടെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. തീർച്ചയായിട്ടും ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരിക്കലും KSEBയോ അല്ലെങ്കിൽ PSCയോ പറയാൻ പോകുന്നില്ല ഈ എക്സാം ഇന്ന ഡേറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ RTI കൊടുത്താലൊന്നും അവർ റിപ്ലൈ നൽകുന്നതായിരിക്കില്ല. എന്നിരുന്നാലും ഇത്തരം അനാലിസിസിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡേറ്റ ജെനുവിനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ KSEB പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം 130-ലധികം ആളുകളാണ് ഇപ്പോൾ KSEBയിൽ സബ് എഞ്ചിനീയറായിട്ട് എൻട്രിയിലൂടെ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സബ്സെക്ഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, KSEB സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു മികച്ച ചരിത്രപരമായിട്ടുള്ള വിജയം നിങ്ങളിലൂടെ ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ എൻട്രിയുടെ KSEB സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.